CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പരിഗണനയിലുള്ളത് 4 പേർ. MA ബേബി, PB രാഘവലു, അശോക് ദാവലെ, മുഹമ്മദ് സലീം എന്നിവരെ കേന്ദ്രീകരിച്ചാണ് CPM ചർച്ചകൾ. ഇതിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് MA ബേബിക്കാണ്. അവസാന മണിക്കൂറുകളിൽ കാര്യമായ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ ബേബി EMSന്റെ പിൻഗാമിയാകും. സീതാറാം യെച്ചൂരിയുടെ പകരക്കാരൻ ആരെന്ന ചർച്ചകൾ പാർട്ടി കോൺഗ്രസിന് മുമ്പേ CPMൽ സജീവമായിരുന്നു. പല സാധ്യതകൾ പാർട്ടി പരിശോധിച്ചു. ബൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു. പക്ഷേ ബൃന്ദയും നേതൃത്വവും അത് ആദ്യമേ തള്ളി. യെച്ചൂരിയുടെ മരണത്തിന് ശേഷം ബൃന്ദയെ കോഓർഡിനേറ്റർ ആക്കാത്തതു തന്നെ അവർ അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന സൂചനകൾ പോലും ഒഴിവാക്കാനായിരുന്നു. അശോക് ധാവലയെ സെക്രട്ടറി ആക്കുന്നതിന്റെ സാധ്യതകൾ പാർട്ടി പരിശോധിച്ചിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ധാവളെ അവിടെ തന്നെ തുടരുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം എത്തിയത്. BV രാഘവലു പൊളിറ്റ് ബ്യൂറോയിലെ സീനിയർ നേതാവാണ്. എന്നാൽ തെലങ്കാനയിലെ പാർട്ടി ചാനൽ കൈമാറ്റം ഉൾപ്പെടെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ രാഘവലുവിന് തിരിച്ചടിയാണ്. ഒരു ഘട്ടത്തിൽ PB അംഗത്വം ഉൾപ്പെടെ രാജിവെക്കാൻ തയ്യാറായതും കളങ്കമായുണ്ട്. മുഹമ്മദ് സലീമായിരുന്നു മറ്റൊരു സാധ്യത. എന്നാൽ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ സലീമിനെ അവിടെ നിന്ന് മാറ്റുന്നത് തിരിച്ചുവരവിന് കഠിന പരിശ്രമം നടത്തുന്ന ബംഗാളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതിനാൽ സലീമിന്റെ വഴിയും അടഞ്ഞു. ഇതോടെയാണ് സ്വാഭാവിക സാധ്യതയായി ബേബി മാറുന്നത്. കുറെ വർഷങ്ങളായി കേരളമാണ് പ്രവർത്തന കേന്ദ്രമെങ്കിലും വർഷങ്ങളോളം ഡൽഹിയിൽ പ്രവർത്തിച്ച പരിചയവും ബേബിക്കുണ്ട്. ഏറ്റവും ശക്തമായ സംസ്ഥാന ഘടകമായ കേരളത്തിന്റെ പിന്തുണ ബേബിയുടെ സാധ്യതകൾ കൂട്ടുന്നു. പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾക്കിടയിൽ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന വികാരവും ശക്തിപ്പെടുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. പിണറായി അനുകൂലമെങ്കിൽ ബേബി ജനറൽ സെക്രട്ടറി ആകും. മറിച്ചായാൽ പാർട്ടി കോൺഗ്രസിന് ശേഷം അത് കേരള പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കും ഒരുപക്ഷെ തർക്കങ്ങൾക്കും വഴിവച്ചേക്കും. VV അരുൺ, News 18, മധുര.